സാത്വികരായ മഹത്തുക്കൾ ജീവിതത്തിൽ പുലർത്തിയ ക്ഷമയെയും സഹനത്തെയും കൈമുതലാക്കാൻ എനിക്ക് നീ ഭാഗ്യം നൽകണം എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ്. നബിമാർ എത്രയാണ് ക്ഷമിച്ചിട്ടുള്ളത്. ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലമായ ചുറ്റുപാടുകൾ വരുമ്പോൾ ആരാധനകളിൽ യാതൊരു നിലയിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല. എന്തെങ്കിലും ഒരു കല്യാണം വരുമ്പോഴേക്ക് ഒഴിവാകുന്ന നിസ്കാരങ്ങളാകരുത്, റമദാൻ മാസത്തിൽ മാത്രമുള്ള ആരാധനകളാകരുത്. ഫർളായ ആരാധനകളിൽ യാതൊരു നിലയിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും സുന്നത്തുകളായ ആരാധനകൾ പുലർത്തുന്നതിൽ നല്ല ജാഗ്രത പുലർത്തുകയും വേണം. അതിന് നല്ല ക്ഷമ വേണം. ബഹുമാനപ്പെട്ടവര് പറയാണ്, ആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഓതുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടത് മഹാന്മാരായ നബിമാരൊക്കെ സഹിച്ചതുപോലെ സഹിക്കാനുള്ള ഒരു സന്നദ്ധതയും കഴിവും അതിനുള്ള മനസ്സും ഞങ്ങൾക്ക് നൽകണേ എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ഉദാഹരണം പറയുന്നു, യുഹ്കാ അന്ന നൂഹൻ അലൈഹിസ്സലാമു കാന യുദ്റബു ഫീ കുല്ലി യൗമിൻ കദാ മർറാത്ത്. നൂഹ് നബി അലൈഹിസ്സലാമിനെ എല്ലാ ദിവസവും അവിടുത്തെ അനുചരന്മാർ അടിച്ച് പ്രഹരിച്ച് ബോധം കെടുത്തുന്നു. ബോധം തിരിച്ചു കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ അവിടുന്ന് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഹ്ദി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, എന്റെ ഖൗമിന് നീ നല്ല ഹിദായത്ത് കൊടുക്കണം, അവര് അറിവില്ലാത്തവരാണ്. അല്ലാതെ അവര് നശിച്ചു പോട്ടെ എന്ന് പറയല്ല. എല്ലാ സന്ദർഭത്തിലും ബോധം തിരിച്ചു കിട്ടുമ്പോൾ അവിടുന്ന് ദുആ ചെയ്യുന്നു, പടച്ചോനെ എന്റെ ഖൗമിന് നീ നല്ല ഹിദായത്ത് നൽകണം, നല്ല ആലോചനകൾ, നല്ല ചിന്തകൾ, നിന്നെ അനുസരിക്കാനുള്ള വിധേയപ്പെടാനുള്ള ചിന്തകൾ എന്റെ ഖൗമിന് നീ നൽകണം എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആഇനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷമയുടെ കൂട്ടത്തിൽ രണ്ടാമത്തതാണ് അസ്സബ്റു അനിൽ മആസി. തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ തൊട്ട് ക്ഷമ വേണം. നന്മ ചെയ്യാൻ ക്ഷമയുള്ളതുപോലെ തന്നെയാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനും നല്ല ക്ഷമ വേണം എന്ന് അഇമ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ വേണം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. തെറ്റുകൾ ഇങ്ങനെ വരും. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാര ജീവിതത്തിനിടയിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അനുഭവിച്ച ത്യാഗനിർഭരമായ ഒരു ഘട്ടത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ കൊട്ടാരത്തിലെ മുഴുവൻ സൗകര്യങ്ങളും യഥേഷ്ടം ഉപയോഗപ്പെടുത്താൻ പറ്റിയ അനുകൂലമായ ഒരു ചുറ്റുപാട് യൂസുഫ് നബി അലൈഹിസ്സലാമിനുണ്ട്. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം പറയുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും യൂസുഫ് നബി അലൈഹിസ്സലാമിന് വിധേയപ്പെടുത്തി കൊടുത്ത് അവിടുത്തെ രാജ്ഞി യൂസുഫ് അലൈഹിസ്സലാമിനെ പ്രാപിക്കാനുള്ള ആഗ്രഹം മുളപൊട്ടി അങ്ങനെ വശീകരിക്കാനുള്ള ശ്രമം നടത്തി. നല്ല ഭംഗിയുള്ള, ഖുർആൻ പറയാൻ, ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ആ രാജ്ഞി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ റൂമിൽ വന്നുകൊണ്ട് കതകടച്ചിട്ട് യൂസുഫ് അലൈഹിസ്സലാമിനെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത്, മഅദല്ലാഹ് ഇന്നഹു റബ്ബിയ അഹ്സന മത്വാഹ് ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, ഞാൻ ആ പ്രവണതക്കില്ല. അനുകൂലമായ ഒരു ചുറ്റുപാടിൽ നിന്ന് ക്ഷമിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറുകയാണ്. അത് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമയുണ്ടാകണം. അത് നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. നല്ലോണം പരിശീലിപ്പിക്കണം. ഒരു തെറ്റ് വരുമ്പോൾ ഞാനില്ല. കാരണം ഈ ആയത്തെപ്പോഴും നമ്മൾ ഓർക്കണം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. ഹവയത്തൊട്ട്, തോന്നലുകളെത്തൊട്ട്, നമ്മുടെ മനസ്സിന്റെ വിചാരങ്ങളെത്തൊട്ട് സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്തുന്നവർക്കുള്ള അഭയമാണ് സ്വർഗം എന്ന ആയത്ത്
നമ്മെ വഴി നടത്തണം. ആ ആയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ചോദന നമ്മളിൽ ഉണ്ടാകും. അള്ളാഹു കാണുന്നുണ്ട് എന്ന ഒരു വിചാരം എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകണം. അങ്ങനെ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യും. എത്രയോ സംഭവങ്ങൾ ഇമാമുമാർ ഉദ്ധരിക്കുന്നുണ്ട്. അനുകൂലമായ വ്യഭിചാരത്തിന്റെ അനുകൂലമായ ചുറ്റുപാടുകൾ കിട്ടിയപ്പോൾ ആ സന്ദർഭത്തിൽ വ്യഭിചരിക്കാൻ വിധേയപ്പെടേണ്ട സ്ത്രീ പറയുകയാണ്, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറിയതിന്റെ ഫലം അവരുടെ ജീവിതത്തിൽ രക്ഷയായി, അള്ളാഹുവിന്റെ തുണയായി, നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്നുള്ള മോചനമായി ലഭിച്ചതെല്ലാം ഇസ്മായിൽ ഹിഖ്ഖി തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകണം. നോമ്പാണ്, പട്ടിണി കിടന്ന് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അങ്ങനെ വിട്ടാ പോരാ. അനാവശ്യങ്ങൾ ഞാൻ പറയില്ല, നാവിന് ലോക്കിടണം, ഞാൻ നോക്കുകയില്ല. മൊബൈൽ ഫോണുകളാണെങ്കിൽ നമ്മുടെ വിനിയോഗം കൃത്യമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണം. കാരണം ഹറാമായ ചുറ്റുപാടുകൾ വളരെ സുലഭമായ അനുകൂലമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കണ്ണ് തുറന്നാൽ അനിഷ്ടകരമായ സംഭവങ്ങളല്ലാതെ നമുക്ക് കാണാനില്ല. മൊബൈൽ ഫോൺ തുറന്നാൽ യൂട്യൂബ് റെക്കമെൻഡഡ് ഫോർ യു, നമുക്ക് വേണ്ടി യൂട്യൂബ് ഒന്നിനു പിറകെ ഒന്നൊന്നായി റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണില്ല, നോക്കില്ല എന്ന തീരുമാനമുണ്ടാവുകയും എന്റെ കണ്ണെനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ ഓതാനാണ്. അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കണ്ട് അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ കണ്ണിന്റെ വിനിയോഗം. ആ കണ്ണ് ഞാൻ ഹറാമിലേക്ക് കടത്തിവിടില്ലെന്നുള്ള തീരുമാനം നമ്മളിൽ ഉണ്ടാകണം. അതിന് നല്ല ക്ഷമ വേണം. ദണ്ട് കഴിഞ്ഞിട്ട് ഇന്ന് മുതൽ എന്നുള്ള തീരുമാനം ആണ്. ഇപ്പോൾ മുതൽ, ഇന്ന് മുതൽ എന്നുമല്ല, ഇന്ന് അസർ മുതൽ, അങ്ങനല്ല, ഇപ്പോൾ മുതൽ കഴിയൂല. والنفس كالطفل إن تهمله شب على حب الرضاع وإن تفطمه ينفاطمي. മനുഷ്യന്റെ ആത്മാവ് ചെറിയ കുട്ടിയെ പോലെയാണ്. ഇമാം ബൂസീരി തങ്ങൾ പറയാണ്, കുട്ടിക്ക് മുല കൊടുക്കുന്ന കുട്ടി അത് ഇന്ന് നിർത്തണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്നങ്ങ് നിർത്തിയിട്ട് സ്റ്റോപ്പാക്കിയേക്കണം. നാളെ നിർത്താം എന്ന് കരുതിയാൽ അതിങ്ങനെ നീണ്ടുപോവുകയല്ലാതെ നാളെ സുബഹി മുതൽ അങ്ങനെ അങ്ങ് തുടങ്ങാമെന്ന തീരുമാനത്തിന് പ്രസക്തിയില്ല. ഇപ്പോൾ മുതൽ ഞാൻ ഇതാ എന്റെ തീരുമാനമെടുക്കുന്നു, ഇപ്പോൾ മുതൽ ഞാൻ ആ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന തീരുമാനമാണ് പ്രസക്തമായിട്ടുള്ളത്. അതല്ലാത്ത തീരുമാനങ്ങൾ പ്രസക്തമല്ല. അപ്പൊ അതുകൊണ്ട് നാളെ മുതൽ എന്നതിൽ നിന്ന് മാറി ഇന്ന് മുതൽ എന്ന തീരുമാനങ്ങളിലെത്തണം. മൂന്നാമത്, നമ്മുടെ വിശ്വാസത്തെ കൂടി ബാധിക്കുന്നതാണ്. വിപത്തുകളിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ക്ഷമയുടെ 3 വ്യത്യസ്തമായ ഇനങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ക്ഷമ വേണം. രണ്ടാമത്തേത്, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ നല്ല ക്ഷമ വേണം. മൂന്നാമത്, അള്ളാഹു